നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ ഇട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം തന്റെ വീട്ടുകാരൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. അവരോട് പറയാനും പറ്റില്ല നവീനേട്ടന് ഇഷ്ടമില്ല, അല്ലെങ്കിൽ വിവാഹം വേണ്ടെന്നുള്ള കാര്യം. അത് പറഞ്ഞ ചോദ്യങ്ങളായിരിക്കും തന്നോട് തിരിച്ചു ചോദിക്കുന്നത്. നവീനേട്ടന്റെ അമ്മയായിരുന്നു ഏക പ്രതീക്ഷ. ആ പ്രതീക്ഷയും തകടം മറിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നന്ദു മുറിയിലിരിക്കുമ്പോഴത്തേനോട് അനിയുടെ കോള് വരുന്നേ. അങ്ങനെ അനി വിളിച്ചിട്ട് നന്ദുവിനോട് തന്റെ പരാതിപ്പെട്ട് തുറക്കുവാണ്. നന്ദു, എനിക്ക് ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനാ. ഇവിടെ അച്ഛന് ഭയങ്കര മാറ്റമാ. അച്ഛൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ എതിർക്കുന്ന നിന്നെയാണ്. നീ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ട് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നന്ദി ചോദിച്ചു, അല്ല എന്ത് പറ്റി അങ്കിളെന്ന് ചോദിച്ചു. അതെനിക്ക് അറിയില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം നന്ദു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീ അല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവത്തില്ലെന്ന്. എടാ നീ ഇത് പ്രശ്നമാവെന്ന് എനിക്ക് തോന്നുന്നേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. നിന്നെ നവീൻ കെട്ടിക്കൊണ്ട് പോവോ അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ ബന്ധത്തിന് സമ്മതിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത് അനി, നീ എന്റെ അവസ്ഥയും കൂടെ ചിന്തിക്കുക. എടി എല്ലാം ചിന്തിച്ചിട്ട് തന്നെ ഞാൻ പറയണേ. നീ എന്റെ അവസ്ഥ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി. കാരണം മുമ്പ് എനിക്ക് ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ പറയുമായിരുന്നെങ്കിൽ അനാമിക എന്റെ തലയിൽ കയറില്ലായിരുന്നു. അത് മാത്രമല്ല അന്ന് അച്ഛനൊക്കെ സപ്പോർട്ടായിരുന്നു, അമ്മ മാത്രമേ എതിരുണ്ടായിരുന്നുള്ളൂ. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി എന്ന് പറഞ്ഞു. അച്ഛന് പെട്ടെന്നാ മാറ്റം ഉണ്ടായത്. അതിന്റെ പിന്നിലെ രഹസ്യം എന്താന്ന് പോലും എനിക്കറിയില്ല. പണ്ടത്തെ പോലെ സ്വഭാവമൊന്നും അല്ല അച്ഛന്. നന്ദു സമാധാനിപ്പിച്ചു. നീ വിഷമിക്കണ്ട, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞ് അനിയെ സമാധാനിപ്പിച്ചു. ഈ സമയത്ത് ജലജയ്ക്ക് ആകെപ്പാടെ ടെൻഷനായി. അഭി നാഗേന്ദ്രനെ കാണാൻ പോയിരിക്കുക. പിന്നീട് ജലജ നേരെ അവന്തികയുടെ അടുത്തേക്ക് ആദ്യം ചെല്ലുന്നേ. അവന്തികയുടെ അടുത്ത് എന്നപ്പോ തന്നെ അവന്തിക്ക് കാര്യം മനസ്സിലായി. അമ്മ പരാതിപ്പെട്ട് തുറക്കാൻ വന്നാന്നുള്ള കാര്യം. അങ്ങനെ ഒടുവില് ജലജ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനെ ഞാൻ പറഞ്ഞിട്ട് അവൻ എന്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചിട്ടാ ആ നാഗേന്ദ്രൻ എന്ന പിശാശിന്റെ അടുത്ത് പോയിരിക്കണേ. പക്ഷെ അങ്ങനെ എങ്ങാനും നീയും കൂടെ പോയെന്നറിഞ്ഞ, എന്നെ കൈവിട്ടെന്നറിഞ്ഞ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല. നിന്റെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലാത്തോണ്ടാ. അയാള് പരമ ദുഷ്ടനാന്ന് പറഞ്ഞു. അമ്മേ, അതിന് ഞാൻ പോയെന്ന് ഞാൻ വല്ലതും പറഞ്ഞോ? എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് മേളിലാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് അഭിയെ വിശ്വാസം ഇല്ലായിരുന്നു. കാരണം ഇത്തിരി പൈസ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചാടുന്നവൻ അവന്. അവന്റെ കാര്യത്തിൽ ഒരു തീർച്ച തീരുമാനമല്ല. പക്ഷെ നീ അങ്ങനെയല്ല, വ്യക്തമായിട്ട് സ്റ്റാൻഡുള്ള പെൺകുട്ടി, അതെനിക്കറിയാം. നിന്നെ എനിക്ക് വിശ്വാസമാണ്. ഒരു കാരണവശാലും നീ ഈ കുടുംബത്തെ ധിക്കരിച്ച് അവിടേക്ക് പോവില്ലെന്ന് പറയാൻ നിന്റെ അച്ഛനെ കാണാനായിട്ട്. അപ്പോഴേക്കും അന്തി ചോദിച്ചു, അല്ലമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അച്ഛനെ അമ്മ ഇത്രമാത്രം അച്ഛനോട് ഇത്രമാത്രം ദേഷ്യം കാണിക്കാൻ കാരണം എന്താ? അത് ഞാൻ പറഞ്ഞല്ലോ അവന്തിക്ക്, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. നിന്റെ അച്ഛൻ അത്രയ്ക്ക് ദുഷ്ടനായതുകൊണ്ടാ അത്രമാത്രം ദ്രോഹം ഈ കുടുംബത്തോട് ചെയ്തേ. അതൊന്നും പൊറുക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാ പറഞ്ഞേ നീ കൂടുതൽ അടുപ്പത്തിനൊന്നും പോവരുന്ന്. അവന്തി പറഞ്ഞു, ഞാൻ പോകുന്നൊന്നുമില്ല, ഞാൻ അമ്മയോട് ചോദിച്ചെന്നേ ഉള്ളൂ. ഈ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമില്ലേ? അല്ലെങ്കിലും അമ്മയുടെ വാക്കിനെ ധിക്കരിച്ച് ഞാൻ അങ്ങനെയൊക്കെ പോകുമെന്ന് ചോദിച്ചു. ജലജ പറഞ്ഞു, ആ ഒരു സമാധാനത്തിനാണ് ഞാനിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ജലജയുടെ വിചാരം അവന്തിക നല്ലവളാന്നാ. പക്ഷെ അവളാണ് ആദ്യം അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയെന്നുള്ള കാര്യമൊന്നും ജലജയ്ക്ക് അറിയില്ലല്ലോ. ജലജ മനസ്സമാധാനത്തോടുകൂടി പോകുമ്പോഴത്തേനും അഭയോടൊന്ന് ഫോൺ ചെയ്യുന്ന കണ്ടു. അത് കണ്ടപ്പോൾ ജലജയ്ക്ക് സഹിച്ചില്ല. ജലജ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ചോദിച്ചു, നീ എല്ലാവരെയും നാണം കെടുത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുവാണോടാ? എന്നോട് നീ കള്ളത്തരം പറയാനും തുടങ്ങിയില്ലേ? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു നീ ആ നാഗേന്ദ്രനെ കാണാൻ പോകുന്നു. അപ്പോഴേക്കും അഭി പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടാ പറയണേ? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും വിലയുണ്ടോ? എനിക്ക് എന്തെങ്കിലും ഒരു ഇത് ഇവിടുത്തെ കമ്പനിയിലുണ്ടോ? ഇല്ലല്ലോ. എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതാ. എന്നിട്ട് വീണ്ടും ഞാൻ ഇവിടെ അട്ടയെപ്പോലെ തൂങ്ങിക്കിടക്കുക. അറിയാലോ, ആകെപ്പാടൊരു ഇതെന്ന് പറഞ്ഞാൽ ടെസ്റ്റിൽ അംഗമാന്നുള്ള. പക്ഷെ എൻ്റെ അച്ഛൻ്റെ കാര്യം അങ്ങനെയല്ല. അച്ഛന് ഇഷ്ടംപോലെ കോടികളുടെ സ്വത്തുണ്ട്. എനിക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, എടാ നിന്റെ അച്ഛന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. അയാൾ എത്രമാത്രം ദുഷ്ടനാണെന്നറിയാവോ? ദേ അമ്മ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയൊന്നും വേണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. അല്ല അമ്മ എന്തിനാ എത്രമാത്രം അച്ഛനെ ഭയക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജലജയുടെ മുഖമൊക്കെ ആകെപ്പാടെ വിളറി. കൂടുതൽ നീ ഒന്നോട് ചോദിക്കൊന്നും വേണ്ട. ഇത്രയും കാലം നിന്റെ അച്ഛൻ്റെ കൂടെ അല്ല കഴിഞ്ഞേ.
ഇവിടെ ഈ കുടുംബത്തിലല്ല കഴിഞ്ഞേ, ഇവിടെയുള്ളവർ പറയുന്ന അനുസരിച്ച് നീ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് ജലജ എന്ത് ചെയ്തു, പരാതിയും പരിഭവങ്ങളുമായിട്ട് നേരെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് എന്നു. അച്ഛാ, അവനെ ഒന്ന് വിളിച്ച് ഉപദേശിക്കണം അബിയെ. അബി നാഗേന്ദ്രനെ കാണാൻ പോകുന്നുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. കുടുംബത്തിലേക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നിന്റെ മോനല്ലേ, അപ്പൊ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ജലജ പറഞ്ഞു, അച്ഛാ, ഞാൻ എന്തായാലും കൊള്ളരുതായ്മകളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവന് ഈ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ നാഗേന്ദ്രനോടൊപ്പം ചേരുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ആ നാഗേന്ദ്രന്റെ സ്വഭാവം അറിയാലോ, ഉഗ്ര വിഷമുള്ള പാമ്പാന്ന് പറഞ്ഞു. അതെ, ഇത് മുമ്പ് ഞാൻ മനസ്സിലാക്കിയതാ. പക്ഷേങ്കില് നിന്റെ മകൻ അത് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ മകൻ എന്നോട്ട് പോയി തുടങ്ങിയോ അന്ന് തൊട്ട് അവന്റെ നാശം തുടങ്ങിയെന്ന് പറഞ്ഞു. അവനെ ഞാൻ പണ്ടേ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടേണ്ടതാ. പിന്നെ നവ്യേനെ മോനെ ഓർത്തിട്ട് മാത്രം ഞാൻ ഇറക്കി വിടാത്തെ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടേണ്ട വരുമെന്ന് എനിക്ക് തോന്നേ. മുത്തശ്ശി പറഞ്ഞു, അല്ല, നിന്റെ സ്വഭാവത്തിനൊരു മാറ്റമില്ലോ, നീ ഇതുപോലെ തല്ലുകൊളുത്തരല്ലേ കാണിക്കണേ. അതൊക്കെ പറഞ്ഞ് ജലജയെ കുറെ ചീത്ത പറയുന്നുണ്ട്. ജലജയ്ക്ക് മനസ്സിലായി പറഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന്. അല്ലെങ്കിലും മുത്തശ്ശനും കൂടെ എന്ത് ചെയ്യാനായിട്ടാ? കാരണം അബി അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതിന് അതിന് തടയാൻ പറ്റില്ല. കാരണം അബി ഇപ്പൊ എത്ര പോകണ്ടെന്ന് പറഞ്ഞാലും അവന് പോകേണ്ടതാണെങ്കിൽ പോവുക തന്നെ ചെയ്യും. ജലജയ്ക്കാണെങ്കിൽ ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നതോട് തോന്നി. തന്റെ മകനെ നഷ്ടപ്പെടുവോ എന്നൊരു ചിന്ത ജലജയുടെ മനസ്സിലുണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീട് അബി നാഗേന്ദ്രനെ കാണാൻ ചെന്നു. നാഗേന്ദ്രനെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണം, വീട്ടിലത്തെ സ്ഥിതിഗതികളൊക്കെ. അത് മാത്രമല്ല, ഞാൻ അച്ഛനെ കാണാൻ വന്നെന്നും പറഞ്ഞുകൊണ്ട് എന്റെ കർണത്തിനിട്ട ഇളയച്ചൻ അടിച്ചെന്ന് പറഞ്ഞു. അല്ല, ഇളയച്ചനല്ല, അമ്മാവൻ അടിച്ചെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രൻ പറഞ്ഞു, അവനോ, അവനെ അടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞു. എന്താ അച്ഛാ ഇതിനൊക്കെ അർത്ഥം എന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നെ ഒരു പാവയപ്പോടെ അവിടെ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്നാ തോന്നുന്നത്. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എടാ മോനെ, നീ ധൃതി വെക്കണ്ട, അറിയാലോ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി. അതുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ പണ്ടേ ഞാൻ എല്ലാം കൂടെ ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നേനെന്ന് പറഞ്ഞു. പിന്നെ അവന്തേക്കൊന്നും വല്ലാത്ത അവസ്ഥയാ. അവന്തേക്ക് എന്നോട് പറഞ്ഞു, അച്ഛനെ വന്ന് കാണണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ വന്ന് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണെന്ന് പറഞ്ഞു. സാരമില്ല, എനിക്ക് അവിടെ മോളെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ടാ. അല്ലെങ്കിൽ അവളെ ഞാൻ കണ്ടേനെ. കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അബിയെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വേണു വീട്ടിലേക്ക് ഇരുന്നത്. വേണു വീട്ടിലേക്ക് ഇരുന്ന് അനാമികയോടും രേവതിയുടെ കാര്യം പറയുവാണ്. ഏൻ ജ്വല്ലറി നിനക്ക് ജോലി കിട്ടുമെന്നൊക്കെ. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അനാമിക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ജ്വല്ലറി കയറണം. കണ്ടോ അച്ഛാ, അവിടെ ഞാൻ കയറി കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ പോവാ. നമുക്കിട്ട് പണി തന്ന ആ അനിയുണ്ടല്ലോ, അവനിട്ട് പണി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, മോളെ ഇവിടെ നന്നായിട്ട് നീ പെർഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് ദുബായിക്ക് പോകാന്ന് പറഞ്ഞു. പിന്നെ ഈ കടക്കാരെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും തേച്ചു, ദുബായിക്കോ? ആഹാ, അത് കൊള്ളാലോ. എൻ്റെ ദൈവമേ, ഇതുവരെയായിട്ട് എനിക്ക് പോവാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോഴേക്കും വേണു പറഞ്ഞു, അതൊക്കെ നമ്മുടെ മോളുടെ കയ്യില, മോളുടെ പെർഫോമൻസ് പോലെ ഇരിക്കും കാര്യങ്ങൾ. അനാബ് പറഞ്ഞു, എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാച്ചാ. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് ആൾക്കാരുടെ പ്രതികാരം ചെയ്യാനുണ്ട്. അതിന് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. ആ സമയത്ത് നവ്യയും കൂട്ടിക്കൊണ്ട് നയനെ ആദർശം കൂടെ കനകയെ ഗോവിന്ദയും കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. കാരണം നവ്യയെ മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കൊട്ട് അറിയത്തുണ്ടായിരുന്നല്ലോ. അത് അവർക്ക് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു. അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനൊരു ടേസ്റ്റ്. അതുപോലെ തന്നെ നന്ദുവിനും ഭയങ്കര സന്തോഷമായി. കാരണം തൻ്റെ നവ്യേച്ചി മാറിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. മക്കളെല്ലാവരും ഒന്നായതിൻ്റെ ഒരു സന്തോഷമായിരുന്നു കനകയ്ക്കും ഗോവിന്ദനും. പക്ഷെ ആ സമയത്ത് അവരുടെ മനസ്സിലൊരു വേദനയുണ്ട്. നവ്യയുടെ ജീവിതം തകർന്നു പോയല്ലോ. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടു പോയവളാ. എടുത്തു ചാടി തീരുമാനം എടുത്ത അങ്ങനെ അബിയുടെ പിന്നാലെ പോയത്. പക്ഷെ ഇപ്പം അവൾക്കൊരു കുഞ്ഞുമായി അവളുടെ ജീവിതം തകർന്നൊരു ചിന്ത അവരെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.